303 വിശുദ്ധരുടെ വേഷങ്ങളിൽ ഇടവകയിലെ കുട്ടികളും മുതിർന്നവരുമായി പങ്കുചേർന്ന് ലോക റെക്കോർഡ് നേടിയ സാൻഡി നൊബിസ്കും എന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിന്നാണ്. അത് കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ മുറ്റത്താണ് ഞാനിപ്പോൾ. ഈ ദേവാലയത്തിനാണ് ഈ ഒരു വേൾഡ് റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ, 303 പേർ, കുട്ടികളും മുതിർന്നവരും അടക്കം വിശുദ്ധരുടെ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഈ റെക്കോർഡ് കരസ്ഥമാക്കിയത്. അതിൽ എൻ്റോടൊപ്പം ഇപ്പോൾ ഒരു 5 പേരുണ്ട്. ഈ 5 പേരെ ഒരു വിശുദ്ധ കുടുംബം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതിൻ്റെ കാരണം എത്രയാണ്? ഇവർ എല്ലാവരും ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഈ ഒരു കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തരായ വിശുദ്ധരുടെ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഇവരിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളെ ബന്ധം ഒന്ന് പറയാൻ പറ്റുമോ? പരിചയപ്പെടുത്തും. ഞാൻ റോസ്ലി, എൻ്റെ മോളാണ് ആഷയുടെ മോളാണ് ഏഞ്ചൽ, അത് സെറ്റാന. ഇത് രണ്ടും എൻ്റെ മോളുടെ മക്കളാണ്. ഇത് മോൻ്റെ ഇപ്പൊ ഏത് വിശുദ്ധയാണ്? ഞാൻ എമ്മിൽ അറിയോ? വിശുദ്ധനെ കുറിച്ച് അറിയോ? വിശുദ്ധയെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല. എങ്കിലും കുട്ടികളെയും ആരുമില്ലാത്തവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സിസ്റ്ററാണ്. 38ഓളം സ്ഥാപനങ്ങൾ സിസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് രാജ്യത്തു നിന്നാണെന്നറിയോ? ഫ്രാൻസിൽ നിന്നാണ്. അതെ. ഈ വിശുദ്ധനെ കിട്ടാണോ ചെയ്തത്? ഇത് അത് സെലക്ട് ചെയ്താണോ? സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അതാണ് കിട്ടിയത്. അപ്പം ഞാനത് ഇഷ്ടപ്പെട്ട് അത് തന്നെ എടുത്ത്. ഓക്കെ. അപ്പോൾ മകളുടെ പേര് ആശ. ചേച്ചി ഏത് വിശുദ്ധ? സെന്റ് സിൽവിയ. ഏത് രാജ്യത്തു നിന്നാ? റോം. ഈ ഒരു തലക്കെട്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് വസ്ത്രം? ഓക്കെ. എന്താണ് വിശുദ്ധരുടെ പ്രത്യേകത? ഗ്രിഗറി പാപ്പയുടെ അമ്മയാണ്. ഇപ്പൊ നമുക്ക് എല്ലാത്തിനും മധ്യസ്ഥരുണ്ട്, പക്ഷേ ഗർഭിണികൾക്കൊരു മധ്യസ്ഥ ഉണ്ടെന്നുള്ളത് ഈ വേഷം കിട്ടിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ ഓൾറെഡി എനിക്ക് 3 പെൺപിള്ളേരാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വിശുദ്ധയിൽ മധ്യസ്ഥ അപേക്ഷിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയില്ല. ഇപ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുന്നത്. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേഷം കിട്ടിയത്. ഇതെന്താണ് കയ്യിൽ എഴുതിയിരിക്കുന്നത്? എഡ്യൂക്കേഷൻ്റെ ഇതിലെ വിശുദ്ധയ്ക്ക് ഭയങ്കര നിർബന്ധമുള്ള, മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ചേച്ചിയുടെ മകള് എനിക്കാണ്. അപ്പൊ 3 തലമുറയുണ്ട് അല്ലേ? 4 തലമുറയുണ്ട്. കുഞ്ഞും കൂടി ഉണ്ട്. കുഞ്ഞിനെ കുഞ്ഞ് കരച്ചിലായിട്ട് ഇപ്പൊ കുഞ്ഞു കൊണ്ടുപോയി. ഞങ്ങൾ പള്ളിയിൽ കണ്ടായിരുന്നു കൊച്ചിനെ പിടിച്ചോണ്ടല്ലേ. ഏതാ വിശുദ്ധ? മാതാവാണ്. ഓക്കെ. ഏത് മാതാവാണ്? ദൈവമാതാവ്. അത് കിട്ടിയതാണോ അങ്ങനെ മാതാവിന്റെ? ഇത് മോള് അനീതി. ഓക്കെ, സോറി. 2 മക്കൾ. ബ്രിജിറ്റ് അല്ലേ? ഓക്കെ. കയ്യിലൊരു വിളക്ക് അല്ലേ? എന്താണ് ഈ വിശുദ്ധരുടെ പ്രത്യേകത എന്ന് പറയും? മൃഗങ്ങളുടെ വിശുദ്ധ എന്ന് പറയാറുണ്ട്. പിന്നെ വനസംരക്ഷകരുടെ വിശുദ്ധയായിട്ടാണ്. വനസംരക്ഷകരുടെ വിശുദ്ധ. ഓക്കെ. ബ്രിജിത്ത് ഏത് രാജ്യത്തു നിന്നാ? അയർലൻഡിൽ നിന്നുള്ള വിശുദ്ധയാണ്. ഈ കയ്യിൽ എന്താണ്? ഒരു കുരിശാണ്. ഈ രീതിയിലാണോ? ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റാർ രീതിയിലൊക്കെ തോന്നും അല്ലേ? ഈ രീതിയിലാണോ ഈ വിശുദ്ധയുടെ കയ്യിൽ കുരിശുണ്ടായിരുന്നത്? ഇങ്ങനെ തന്നെയാണ് അല്ലേ? പിന്നെ കയ്യില് വിളക്കുണ്ട്. എന്തായിരുന്നു ഇതിന്റെ അർത്ഥം? ഇത് അവിടെ എന്തോ അങ്ങനെ അതിന് കൂടുതൽ നോക്കിയിട്ടില്ല. അതാണോ? കയ്യില് ഒരു കുരിശുണ്ട്, ഒരു വിളക്കുണ്ട് അല്ലേ? ഓക്കെ. ഇത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലേ? പേരെന്തായിരുന്നു? ലിയാൻഡർ. നേരത്തെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇത് ആങ്ങളുടെ മകൻ്റെ മകൻ. ഓക്കെ. അങ്ങനെ ഈ ഒരു 5 പേരടങ്ങുന്ന ഒരു കുടുംബം, ഏകദേശം 4 തലമുറകളാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ. എന്ത് തോന്നുന്നു ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഇത്ര വിശുദ്ധരായിട്ട് വരുമ്പോൾ ഇതിന് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ വെറുതെ അങ്ങനെ ഞാൻ മുമ്പോട്ട് വന്നാൽ ആരെങ്കിലുമൊക്കെ യൂണിറ്റിൽ നിന്ന് ഉണ്ടാകട്ടെ എന്നോർത്ത് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ 5 പേരുണ്ട്. പിന്നെ യൂണിറ്റിൽ നിന്ന് 12ഓളം പേര് ഉണ്ട്. അത് വളരെ സന്തോഷം. എൻ്റെ ഈ സമയത്ത് ഇങ്ങനെ ഒരു
പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പം ഈ വിശുദ്ധരെയൊക്കെ അറിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ഒരു കുടുംബത്തിൽ നിന്നൊക്കെ ആകുമ്പോൾ പരസ്പരമൊക്കെ ചോദിക്കുമല്ലോ ഏത് വിശുദ്ധരെ കിട്ടിയ ഏത് വിശുദ്ധരെ ചെയ്യുന്നത്. അപ്പോൾ ആ വിശുദ്ധർക്ക് വേണ്ടിയുള്ള അങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടത്തിയപ്പോൾ ഈ ഒരു വസ്ത്രമൊക്കെ ഇട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ എന്താണ് തോന്നുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ സെയിൻറ്റ് സിൽവിയ എന്നുള്ള പേര് കിട്ടിയപ്പോഴേക്കും ഞാൻ സെർച്ച് ചെയ്തപ്പോഴേക്കും കുറച്ചൊക്കെ എൻ്റേതായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഇത് തോന്നിയായിരുന്നു. ഗ്രിഗറി പാപ്പയ്ക്ക് വേണ്ടിയിട്ട് സെമിനാറിലേക്ക് ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടുള്ള വെജൊക്കെ എല്ലാം പുള്ളിക്കാരത്ത് തന്നെ കൃഷി ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഞാനും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വെജൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ മോളോട് രണ്ടാമത്തെ മോൾ ഇവിടെ ഇല്ല, അപ്പോൾ അവളോട് ഞാൻ പറയുകയും ചെയ്തു ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ഒരു സാമ്യമൊക്കെ ഉള്ളത് ഇങ്ങനെയാണ് കൊച്ചേ എന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞ് അമ്മയ്ക്ക് അറിഞ്ഞുകൊണ്ട് കിട്ടിയതാണ്, അമ്മ സെലക്ട് ചെയ്തതല്ലല്ലോ, അമ്മയ്ക്ക് ഇങ്ങനെ തന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചിലപ്പോൾ അമ്മയുടെ ജീവിതത്തിനോട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നിയായിരുന്നു. ഗ്രിഗറി പാപ്പയുടെ അമ്മ വിശുദ്ധയായിരുന്നു അല്ല, അതൊരു വലിയൊരു ഒരു പുതിയ അറിവാണ്. ഞാൻ മീൻസ് എല്ലാവർക്കും ഒരു പക്ഷേ പെട്ടെന്ന് കിട്ടുന്ന അറിയുന്നില്ല. ഓക്കെ, മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയല്ലേ? ഓക്കെ, എന്താണ് കൊച്ചു കുഞ്ഞായിട്ട് അല്ലേ മാതാവായിട്ട് നിൽക്കാൻ പറ്റുന്നു? നിങ്ങൾ ഒരുമിച്ചായിരുന്നു, എല്ലാവരും ഒരുമിച്ചൊക്കെ ആയിരുന്നോ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ? വേറെ വീട്ടിലായതുകൊണ്ട് അവള് അവിടെ നിന്ന് തന്നെ ഒരുങ്ങി. പിന്നെ ഇതൊക്കെ എല്ലാം തന്നത് മോളാണ്. പിന്നെ ഞങ്ങള് ഒരുമിച്ച് ആയത് കാരണം കൊണ്ട് ഞങ്ങൾ 4 പേരും ഒരു വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി. ഓക്കെ, എന്തായാലും ഒരുപാട് നന്ദി. അപ്പോൾ ഇതാണ് ഈ ഒരു വിശുദ്ധ കുടുംബം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഏകദേശം 4 തലമുറകൾ ഒരുമിച്ച് ഒരു വിശുദ്ധയുടെ വേഷം അണിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു കർമ്മങ്ങളിൽ വിശുദ്ധ ദിവ്യബലിയിലും ഒപ്പം മറ്റ് പരിപാടികളിലും പങ്കെടുത്തിരിക്കുകയാണ്.